ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു പാൻ ഫ്രൈഡ് ചിക്കൻ സാലഡാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഇന്ത്യൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ പ്രീ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ബ്രസ്റ്റിന് റെഡിമെയ്ഡായിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ചിക്കൻ ബ്രസ്റ്റ് പാൻ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒലിവ് ഓയിലാണ്, ജസ്റ്റ് ഒലിവ് ഓയിൽ ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ചിക്കനിൽ എന്നുള്ളത് നമ്മുടെ അതിനകത്ത് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഓയിലും കൂടെ ഊസ് ഔട്ടാവും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് മതി കേട്ടോ പാൻ ഫ്രൈ. ഇത് തിൻ സ്ലൈസസ് ആയിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റാണ് കേട്ടോ. നമുക്കിതിനെ ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. അതാണ് ഞാനിന്ന് തലേദിവസം ചെയ്തത് ഞാൻ കാണിക്കാം. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ ബ്രസ്റ്റ് റെഡി ആയി കിട്ടും. നല്ല ഹെൽത്തി ആയിട്ട് ഡിലീഷ്യസ് ആയിട്ടുള്ളൊരു സാലഡാണ്. അതിനകത്ത് ഞാൻ അവക്കാഡോ ഡ്രസ്സിങ്ങാണ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ ഞാൻ റെസിപ്പി ഡീറ്റെയിൽഡ് ആയിട്ട് നേരത്തെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡ്രസ്സിങ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റിങ് റെഡിയാക്കി എടുക്കുക ആദ്യം തന്നെ. പിന്നെ നമ്മുടെ സാലഡിനുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ വർക്കിലൊക്കെ ആണെങ്കിൽ തന്നെ ഈവനിങ്ങിൽ വന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാലഡ് റെസിപ്പിയാണ് ഇത്. ഇനി നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ സാലഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ ഇങ്ങനെ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് മേടിച്ചതായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈക്കൊക്കെ റെഡിയാക്കി എടുത്തിട്ട് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എളുപ്പമുണ്ട്. അപ്പോൾ ഇങ്ങനെ പാക്കറ്റിൽ ഇങ്ങനെ കിട്ടുന്നതാണ് ബാർബിക്യൂ ചിക്കനാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ചേർക്കുന്നത് സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. സോയാ സോസും പെപ്പർ പൗഡർ, ഓനിയൻ പൗഡർ, ഗാർലിക് പൗഡർ, ക്യുമിൻ സീഡ്സിൻ്റെ എല്ലാ പൗഡറുകളും ചേർത്ത് ഇങ്ങനെ നല്ല റെഡി ആയിട്ട് വരുന്നത്. നമുക്ക് ജസ്റ്റ് എടുത്ത് ഒന്നിന് പാൻ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാൻ ഒരു ദിവസം ഗ്രില്ല് ചെയ്തുകൊണ്ട് ബാർബിക്യൂ ചിക്കനാണത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഈസിയാണ്. 15 മിനിറ്റ്സ് പാൻ ഫ്രൈ ടൈമാണ്. ഓവനിൽ 15 to 20 മിനിറ്റ്സ് അതിൻ്റെ ഹീറ്റിൻ്റെ അനുസരിച്ച് നമുക്ക് ഓവനിൽ റെഡിയാക്കി എടുത്തു. ഇത് ഞാൻ തലേദിവസം ഉണ്ടാക്കിയതാണ്, അത് നിങ്ങളൊന്ന് കാണിച്ചതാണ്. അതുപോലെ തന്നെ ഞാൻ പാൻ ഫ്രൈ ചെയ്തെടുത്താണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ വർക്കിങ്ങിലൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് എളുപ്പമാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ എനിക്ക് ചെറിയ ടൊമാറ്റോസ് ഒത്തിരി ഇഷ്ടമാണ്. ചെറിയ ടൊമാറ്റോസ്, സെലറി എടുത്തിട്ടുണ്ട് കുറച്ച്, പിന്നെ പാലക്കിൻ്റെ ലീവ്സ്, നമ്മുടെ കയ്യിലുള്ളതൊക്കെ എടുക്കുക. അപ്പോൾ ചിക്കൻ അങ്ങനെ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് അവക്കാഡോസ് സാലഡ് ഡ്രസ്സിങ്. അതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. സൂപ്പറാണ്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കുക. എന്നിട്ട് നമ്മുടെ അവക്കാഡോ ഡ്രസ്സിങ് കൂടെ ചേർക്കുക. ഡിന്നർ സൂപ്പറാണ്. നമുക്ക് ഹെവി ഫീൽ ചെയ്യില്ല. പ്രോട്ടീൻ റിച്ചാണ്, നട്ട്സൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ഗുണങ്ങളറിയാം. അപ്പോൾ ഇന്ന് റെഡിയാക്കി എടുക്കുന്നതാണ്. അതിനകത്ത് ഞാൻ കുറേ അധികം വെജീസ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഇന്ന് റെഡിയാക്കുന്നത്? ഇതിനകത്ത് എൻ്റെ ചെറിയ ടൊമാറ്റോസ്, ഇന്നലെ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ലെറ്റീസൊക്കെ ആയിരുന്നു അധികമായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ചെറിയ ടൊമാറ്റോസ്, സെലറി, കുക്കുംബർ, ക്യാരറ്റ്, പെപ്പർ എല്ലാത്തിനും നല്ല ഗുണങ്ങളുള്ളതാണ്. പിന്നെ നമ്മുടെ ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം കേട്ടോ. ഞാൻ എല്ലാ വെജീസും കഴിക്കില്ല. എനിക്ക് ഇഷ്ടമുള്ളത് പെപ്പറും കുക്കുംബറും ക്യാരറ്റും ഒക്കെയാണ്. ചെറിയ ടൊമാറ്റോസ് ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് ആക്കി നമുക്കിങ്ങനെ എല്ലാം രാവിലെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് പോകുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് മുമ്പ് നമ്മുടെ ഡിന്നർ റെഡിയാവും കേട്ടോ. അപ്പോൾ എനിക്ക് ചിലപ്പം ഒനിയൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒനിയൻ ചേർക്കുന്നുണ്ട്, ഞങ്ങളുടെ ഒനിയനും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അഞ്ചീരെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കും. അപ്പോൾ സാലഡ് ഡ്രസ്സിന് പിന്നത്തേക്കുള്ളതാണെങ്കിൽ ഡ്രസ്സിങ് ചേർക്കാതെ മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴേക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ പാൻ ഫ്രൈ ചെയ്തിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ പെപ്പർ ചേർത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ഒന്നും തിന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിത് ഫ്രൂട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ മുറിക്കുന്നത്. അല്ലെങ്കിൽ കൈമുറിയും മടിയായിരുന്നു കത്തിയൊക്കെ എടുത്ത് ചെയ്യാൻ. ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. കത്തിയുണ്ട് പെട്ടെന്ന് ഫ്രൂട്ട് കട്ട് ചെയ്യുന്നുണ്ട് മുറിച്ചെടുക്കുകയാണ്. താഞ്ചിക്കുള്ള മാറ്റി വെച്ചിട്ട് നമുക്കുള്ളത്. അപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഞാൻ പിക്കിൾഡ് ബീട്രൂട്ടും ഉണ്ട് അതിനകത്ത്. പിന്നെ സെലറി ചേർക്കാം. ഇതിനകത്ത് ഇരിക്കുന്ന ക്യാരറ്റ്, കുക്കുംബർ, ചെറിയ ടൊമാറ്റോസ് ഉള്ളതൊക്കെ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് ക്യൂബ്സായിട്ട് അരിഞ്ഞിടുക. പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ ചേർക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ സാധാരണ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് പെപ്പർ പൗഡർ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ട് മാറിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് ഇച്ചിരി ലെമണോ അല്ലെങ്കിൽ വിനെഗറോ ചേർത്ത് വെച്ചിട്ട് പാൻ ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഓവനിൽ ചെയ്തിട്ട് ക്യൂബ്സായിട്ട് മുറിച്ചിടുക. അപ്പോൾ എന്നിട്ട് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കുക. എനിക്കിഷ്ടമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാൽനട്ട് ഇഷ്ടമാണ്. പിന്നെ മത്തങ്ങാക്കുരു,
പിന്നെ എന്താ ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ ഇന്നലെ ചെയ്തത് ഞാൻ വാൾനട്ടും പംകിൻ സീഡുമായിരുന്നു. ഇന്ന് പംകിൻ സീഡും ഫ്ലാക്സ് സീഡുമാണ് ചേർക്കുന്നതിനകത്ത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സിങ് തന്നെയാണ് അവക്കാഡോ. അപ്പോൾ അത് ഒത്തിരി റിച്ചുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ അത് ഞാൻ ഫുൾ വീഡിയോ ഇടുന്നില്ല, അത് കഴിഞ്ഞ് കിട്ടേണ്ട ലിങ്ക് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് മാറ്റി വെച്ച് ഇതുണ്ടല്ലോ റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് മാറ്റി ഇനി നമുക്ക് ഡ്രസ്സിങ് കട്ടിങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അവക്കാഡോ നല്ലതായിട്ട് റൈപ്പായിട്ടുള്ള അവക്കാഡോ എടുക്കുക. അത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ച് നല്ല ക്രീമി കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒന്നുകിൽ വിനെഗർ ചേർക്കാം, അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർക്കാം, പിന്നെ ബ്ലാക്ക് പെപ്പർ, ഉപ്പ്, പിന്നെ ഒലിവ് ഓയിൽ ഇത്രയും ചേർത്ത് നന്നായിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ആവശ്യത്തിന് വാട്ടർ ഒഴിച്ചോ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ചോ കറക്റ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ.
അപ്പോൾ ഞാനൊരു ലൈമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തിൻ്റെ പകുതി ലൈം ചേർത്ത് കൊടുത്തു. ഇതൊന്ന് അടിച്ച് നോക്കാം. നമുക്ക് ഇതെന്തെങ്കിലും അടിച്ചെടുത്തിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അടിച്ചിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കിയിരിക്കണം. അപ്പോൾ ഞാനിങ്ങനെ ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ 2-3 ബോട്ടിലാക്കി മാറ്റി ഫ്രിഡ്ജിൽ 2 ദിവസമൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്ത് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തു. ഇനി ബ്ലാക്ക് പെപ്പർ ഒന്നുകൂടി അടിച്ചിട്ട് ബ്ലാക്ക് പെപ്പറും ഉപ്പും കൂടെ ചേർക്കാം. വേണമെങ്കിൽ ഇതിനകത്ത് യോഗത്തിൽ ചേർക്കാം കേട്ടോ. ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ ലിങ്ക് ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷനിൽ. പെപ്പർ ചേർക്കാം, പിന്നെ ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാൻ പെപ്പർ ഉപ്പും ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടെ യോഗത്തും ഒലിവ് ഓയിലും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൺസിസ്റ്റൻസി ശരിയാക്കി എടുത്ത് 2-3 ബോട്ടിലാക്കി മാറ്റി വെച്ചു കേട്ടോ. ഇപ്പോൾ ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ചിക്കൻ പാൻ ഫ്രൈ ചെയ്ത് ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ചെടുക്കുക. അതിനകത്തേക്ക് ചേർക്കുക. ഡ്രസ്സിങ്ങും ചേർത്ത് ആവശ്യത്തിനുള്ള നട്ട്സും ചേർക്കുക. സൂപ്പർ ഡിലീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ സാലഡ് റെഡി ആയിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ. താങ്ക് യു ഫോർ വാച്ചിങ് GNB വ്ളോഗ്സ്. ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനടി വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ.